ഏട്ടാ ഒരു ട്രാൻസിഷൻ എടുത്തോ വേണമെങ്കിൽ ഇപ്പൊ ഒരു വിലക്കാൻ വരും. ഓക്കെ ഇതെന്തുവാണ് ഇത്? PPR കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടമല്ല, ബ്രസ്റ്റ് പമ്പ്. ഇങ്ങനത്തെ ഉപകരണം ഉണ്ടെന്ന് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കളിപ്പാട്ടം പോലെ ഉണ്ടല്ലേ. ഉപയോഗം പറഞ്ഞാൽ പാല് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പമ്പ് ചെയ്ത് 4 മണിക്കൂർ വരെ വെളിയിൽ വെച്ചേക്കാം. നോർമൽ ടെമ്പറേച്ചറിൽ 4 മണിക്കൂർ കേടാതിരിക്കും. ഇപ്പൊ ഈ ഗോകർണത്തിലൊക്കെ അല്ലേ കൊടുക്കുന്നേ, എന്റെ ഈ ഒരു സാധനത്തിലൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ കൊടുക്കണമെങ്കിലും അന്നേരം ഇത് നല്ലൊരു പമ്പർ. അതുപോലെ നമുക്കിത് ഇത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലാക്ടേഷൻ മിൽക്ക് പ്രൊഡക്ഷൻ കൂടും. അപ്പൊ ഇത് എന്തുകൊണ്ട് നല്ലതാ. അതുപോലെ ഇവിടുത്തെ നേഴ്സുമാരും പറഞ്ഞു ഇതൊന്നും വാങ്ങിക്കാൻ പറഞ്ഞു, അത്യാവശ്യമാണ്. സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന അതുപോലെ ഇന്ന് വാക്സിൻ എടുത്ത് കുഞ്ഞ് ഫുള്ള് ടയേർഡാണ്. പാലും നേരെ കുടിക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഈ വയ്യായിക വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനപ്രയാസം. വേറെ ഒന്നുമില്ല, പാല് കുടിച്ച് കിടന്ന് ഉറങ്ങിക്കൂടെ സുഖമായിട്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ഇങ്ങനെ കൂടെ ഈ കുത്തിയെടുത്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറ്റും. അളവ് എഴുതിയിട്ടുണ്ട് എത്രയാണ്. അപ്പൊ കുഞ്ഞിന് ചിലർ പറയും ഒരു ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര മില്ലി കൊടുക്കണം എന്നല്ല കുഞ്ഞിന് വളർച്ച കറക്റ്റ് ആവത്തോളം എന്നൊക്കെ പറയും. അപ്പൊ ഇതിന് ഇതാണ് സെറ്റാ. ജയിൽ ചപ്പാത്തി വാങ്ങിച്ചു. ഞാൻ അയാട്ടയ്ക്ക് പഠിക്കുമ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു ജയിൽ ചപ്പാത്തി. നമ്മുടെ നല്ല ചിക്കൻ കറിയും കൊണ്ട് കേട്ടോ, അടിപൊളിയാണ്. അന്നും ഇതേ വിലയാന്ന് തോന്നുന്നു. അന്നും ചിക്കൻ കറിക്കും ചപ്പാത്തിക്കും 40 രൂപ തന്നെ, ഇന്നും 40 രൂപ തന്നെ. പക്ഷെ മോളെ അടിപൊളി ടേസ്റ്റാണ്. എന്നുവെച്ചാൽ ഈ വിലക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഫുഡാണ്. പിന്നെ നമ്മളിത് ഡിസ്ചാർജ് ആവാൻ വേണ്ടി പോവുകയാണ്. വെറുതെ സന്തോഷമായില്ലേ ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാടി. സത്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ 7 ദിവസം നിന്നെങ്കിലും ഫുള്ള് ടെസ്റ്റ് കംപ്ലീറ്റ് എന്റെയും കുഞ്ഞിന്റെയും ഒന്നുപോലും വിടാതെ ഫുള്ള് അവര് നോക്കി അതിന്റെ ഓക്കെ ആക്കിയിട്ടാണ് വിട്ടത്. അപ്പം ആ ഒരു കാര്യത്തിൽ ഇതുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും നോർമൽ ഡെലിവറി ആയിട്ട് ഇത്രയും ദിവസം എന്തോ ലേറ്റ് ആയെന്ന് വിചാരിക്കും. കുഞ്ഞിന്റെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ നോക്കി. അതുപോലെ തന്നെ എന്റെയും, പിന്നെ എനിക്ക് കുറച്ച് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നല്ലോ, അതിന് ഗ്യാസ്ട്രോ ഡോക്ടറും അപ്പുറത്തുനിന്ന് വന്ന് നോക്കി, ഇവിടെ വന്ന് നോക്കി ഫുൾ അതിന്റെ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, പിന്നെ എന്തുകൊണ്ടാ വെള്ളം നേരത്തെ പൊട്ടിപ്പോയത്, അതിന്റെ ഇൻജെക്ഷൻ എന്തെങ്കിലും ഉണ്ടോന്നും, പിന്നെ പ്ലാസിന്റെ കൾച്ചർ, അതിന്റെ തന്നെ കിട്ടാൻ 5 ദിവസം എടുത്തു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് കുറെ ലേറ്റ് എടുത്തത്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോകാട്ടെ. ഇവിടെ എല്ലാ സാധനവും ഇരിപ്പുണ്ട്. ഇതെല്ലാം നമ്മളെ വണ്ടി സൈഡിൽ കൊണ്ട് ഇട്ടിട്ട് എല്ലാം വണ്ടിയിൽ പറക്കി കയറണം. 2-3 ട്രിപ്പ് കയറി ഇറങ്ങേണ്ടി വരും. പിന്നെ ഡിസ്ചാർജിന്റെ ബുക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഓട്ടം ഉണ്ട് കേട്ടോ. ഡിസ്ചാർജ് കുഞ്ഞിനും അമ്മയ്ക്കും ഡിസ്ചാർജ് എഴുതി വാങ്ങണം. അതിന് പുറത്ത് പോയിട്ട് അവിടെ കൗണ്ടറിൽ എന്തൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാലിറ്റി കഴിഞ്ഞു. അത് ഇന്ന് ഇവിടുന്ന് പോവാം. ഞാൻ വിചാരിച്ചു നാളെ പോകാനേ പറ്റത്തുള്ളായിരിക്കും എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഡോക്ടർ വന്നപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ പൊക്കോളാൻ പറഞ്ഞ്. അതെ, അയ്യോ ഇത്രയും നാളത്തെ മിസ്സിങ് അതായിരുന്നു കേട്ടോ. അടുത്ത് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നലെയൊക്കെ ഞാൻ കുഞ്ഞ് ചിരിക്കുന്ന ഫോട്ടോയും വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും രാത്രി. പരാതിയായിട്ടും ഞാൻ വരുമ്പോ കുഞ്ഞ് എപ്പോഴും ഉറക്കോ, പകലുറക്കോ ഇതവസ്ഥ. ഞാൻ പോകുമ്പോ അവൻ കണ്ണു ഉറക്കും, എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഗൈസ് എന്തായാലും നമ്മളെ പാക്ക് ചെയ്തിട്ടോ സാധനങ്ങൾ. ട്രാൻസിഷൻ എടുത്തോ വേണമെങ്കിൽ ഇപ്പൊ ഒരു വിലക്കാൻ വരും. ഓക്കെ, കൈ വെച്ച് ബ്ലൂ അടിച്ചോണേ. തൊപ്പി വെച്ച് വേറെ ഇങ്ങനെയൊക്കെ പോകും. അതാ ഞങ്ങൾ തൊപ്പി വെച്ച് സ്റ്റൈലായിട്ട് പോയി. ഡോക്ടർമാരും നഴ്സുമാരും കാണുമ്പോ എന്താ പറയുന്നുണ്ടോ. അപ്പോൾ നമ്മള് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്റ്റാഫ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന് നഴ്സുമാർക്ക് എല്ലാവർക്കും. മൃദുലയുടെ ലുക്കേ മാറി ഗൈസ്, മുഖമൊക്കെ ഒട്ടി. എന്തോ എഴുതുന്നേ? താങ്ക് യു എന്ന് പറഞ്ഞാൽ എഴുതാം. അതെല്ലാവരും നമ്മളെ നല്ല കാര്യത്തോടെ, ഞാൻ എന്ത് ഡൗട്ട് ചോദിച്ചാലും പൊട്ടത്തരം ചോദിച്ചാലും സ്നേഹത്തോടെ തിരിച്ച് കാര്യമായിട്ടുള്ള മറുപടികളൊക്കെ എനിക്ക് പറഞ്ഞു തരും. അതുപോലെ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും റിസൾട്ട് കിട്ടുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് ചോദിക്കും ഇതിന് കുഴപ്പമുണ്ടോ. അതല്ല, നമ്മളെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വേറെന്തോ സംഭവമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കൂടെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കൂടെ. അത് ഇവിടെ വരാത്തവരായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. ഇവിടെ എല്ലാ സ്റ്റാഫുമാരായിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഭയങ്കര ട്രീറ്റ് മീൻസ് ആ ഒരു തിരക്കുണ്ടല്ലോ, ആ തിരക്ക് നമ്മൾ അതേ ഉള്ളൂ. അത് പിന്നെ എല്ലാവരും നല്ല ട്രീറ്റ്മെന്റ് എവിടെയാണോ അവിടെ തിരക്കുണ്ടാവും.
അപ്പം നമ്മള് പ്രൈവറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് സിസേറിയൻ നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ SIT ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവര് ഇവിടെ വെയിറ്റ് ചെയ്ത പോലെ വേറെ ഒരു ഹോസ്പിറ്റലും വെയിറ്റ് ചെയ്യത്തില്ല നോർമലിന് വേണ്ടി. അപ്പം അതുകൊണ്ട് നമ്മളത് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം താഴെ നമ്മൾ നേഴ്സിംഗ് റൂമിൽ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ പോവാണ്. ഇനി താഴെ കൊണ്ട് കൊടുത്തിട്ട് റെഡിയാക്കി വെക്കി. ചെക്കൻ എവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ദിവസം ഈ റൂമിൽ കിടന്നുകൊണ്ട് തന്നെ ഈ റൂമിനോട് ഒരു സ്നേഹമുണ്ട് അല്ലെ. നമ്മളെ വീടായിട്ടില്ലായിരുന്നു ഇത്. ഉറക്കം മാറും. ഇതിലങ്ങ് ചെത്തുവാണ് കേസ്. ഡിസ്ചാർജ് ആയി പോകുന്ന നമ്മളന്ന് കണ്ടാ പറയൂ. ഇവിടെ ആരോ വിസിറ്ററിനെ ഒന്നാണ്. അപ്പോൾ നമ്മളത് ഡിസ്ചാർജ് ബുക്കൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം സീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിനി കൊണ്ട് കൊടുക്കുക പോവുക എന്നുള്ള ഒറ്റ കടമയുള്ളൂ കേട്ടോ. അയ്യോ, എത്ര ദിവസം നമ്മൾ കയറി ഇറങ്ങി നടന്ന വരാന്തകളാണ് സുഹൃത്തുക്കളെ. അമ്മ 7 ദിവസം ഗൈസ്, 7 ദിവസം. നമ്മൾ ഇനിയും മൃതിലേക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് കാണിച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് എല്ലാ ഡെലിവറി ഡീറ്റെയിൽസും ഉണ്ട് കംപ്ലീറ്റ്ലി. അപ്പം എന്തായാലും നമ്മൾ നേരെ റൂമിലോട്ട് പോവാം. ഇത് നേരെ നേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുക, റൂമിലോട്ട് പോവാം. നമ്മളത് ചെക്കൗട്ട് ചെയ്യുക. ചെക്കൗട്ട് ചെയ്യാന്നൊക്കെ പറയാല്ലേ, എന്തായാലും ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നു. നമ്മളത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. താക്കോലും കൂടി കൊണ്ട് നേഴ്സിംഗ് റൂമിൽ കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ക്ലോസ്. ഇപ്പം നമ്മളിത് SIT ഹോസ്പിറ്റലിന് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളിത് വീട്ടിലോട്ട് പോവുകയാണ്. ടാറ്റ പറയടേ. ടാറ്റാ. ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോ പുറലോകം കണ്ട്. അതെ, ഇപ്പോഴാണ് കുഞ്ഞ് വെളിയിൽ ഇറങ്ങി പുറലോകം കാണുന്നത് കേട്ടോ. നമുക്ക് പോവാടേ. നമ്മുടെ സാധനങ്ങളെല്ലാം പാക്കി കയറ്റിയിട്ടുണ്ട്. അയ്യോ, അമ്മ ഒരു കുപ്പി പോലും കളഞ്ഞിട്ടില്ല കേട്ടോ. നോക്കണേ, വീട്ടിൽ കൊണ്ട് വെള്ളം പിടിക്കാൻ ഒരു കുപ്പി പോലും കളഞ്ഞിട്ടില്ല. എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. നേരെ വീട്ടിൽ അതാ നമ്മളത് ഞാൻ ബാക്കിലും ഇരുന്ന കേട്ടാ. അപ്പൊ പോവാല്ലേ. ലെറ്റ്സ് ഗോ. ബൈ. ടാറ്റ. അങ്ങോട്ട് പറ. ഒരാൾക്ക് കരയുന്ന ആശുപത്രി തുടങ്ങി. അതിന് കരയുന്ന എന്തോ അറിയാ. അതിനിടയ്ക്ക് ഇരിക്കുന്ന കറുപ്പ് അതാണ് നമ്മുടെ താമസിച്ച നമ്മുടെ വീട്. അങ്ങനെ അങ്ങോട്ട് കേറണ്ട, ബോധം കെട്ട് വീട്. ഇനിയല്ലേ നമ്മൾ സന്തോഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടാ. ഇവിടെ ഇത്ര നേരം കിളിയെ മുട്ട തേടിയുള്ള യാത്രയായിരുന്നു. തെറ്റി കാണിക്കണേ. ഇതെന്തോ അണ്ണാ കുഞ്ഞോ, നീരാളി ആദ്യം വഴിക്ക് വെച്ച് വഴിമുട്ടിച്ച് എന്റെ നീരാളി സക്സസ് ആയി. അത് എളുപ്പവഴി നോക്കിയതാ. ആൾക്കാർ ഇങ്ങനെ പോകാൻ പക്ഷെ ഞാൻ കറക്റ്റ് കിളി മുട്ട എടുത്തെത്തിയിട്ടുണ്ട്. ആൻസർ എനിക്ക് വിശ്വാസമല്ല. ഈ ആൻസർ നോക്കിയാ ചെയ്തത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ ഫുഡ് കിട്ടാൻ വൈകും. നമ്മളെ മാമ എവിടെ കിടക്കുന്ന ഗായ്സ്. നമ്മൾ ഇതുള്ള ഷോപ്പിലാണ് കയറിയത്. സൂപ്പത്തി ഇഷ്ടപ്പെട്ടു. സോസ് ഇഷ്ടമാണോ? ഡ്രാഗൺ ചിക്കൻ ചൂടാ അമ്മേ അണ്ണാക്ക് ഉള്ളു. ലുലുന്ന് കഴിച്ച അതേ ടേസ്റ്റ്. അതിന്റെ പേരെന്തായിരുന്നു? നടക്കോ ഇന്ന് കോരാൻ പറ്റുന്നില്ല. കുത്ത് കുത്തിയാണ്. നമ്മക്കും ഫോർക്കൊച്ചും തിന്നാൻ അറിയത്തൊന്നുമില്ല. അതെ, ഹോസ്പിറ്റലിലെ ആ ഒരു അറമാതി പാട്ടാ കാണുന്നത്. ഇത് ചെട്ടിനാട് ചിക്കൻ, ഇത് ചില്ലി ചിക്കൻ, പൊറോട്ട, ഫ്രൈഡ് റൈസ് മതി. കുറെ നാളായി കഴിച്ചിട്ട്. നമ്മളതെ വീട്ടിലെത്തിയിട്ടുണ്ട്. മൃദുലക്ക് ഇരുന്നിരുന്ന് ചിലക്ക് ഇഞ്ഞ് വന്നപ്പോ താണ്ട രാത്രിയായപ്പോ കണ്ണും തുറന്ന് നടക്കും കേട്ടോ. വിശക്കുന്ന അത്രയും നേരം കണ്ണും തുറന്നിരുന്നു. ഡോക്ടർ ഇപ്പൊ കണ്ണു കടിച്ചു.
എന്തോ മുട്ടാഭിഷേകം ഇതിലൂടെ താലിയും ഇതിലൊക്കെ എന്തൊക്കെ തിളങ്ങുന്നു അവിടെ നിന്ന്. എന്നെ ഒഴിയണോ? കൊച്ചിന്റെ അച്ഛന്റെ വഴിയുണ്ട്. എന്തിനാ? ഓ എറിഞ്ഞ് പൊട്ടിച്ച്. അതിന് ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യരുത്. ചടങ്ങ് കണ്ണ് നമ്മളൊരു വിശ്വാസം അത്രേ ഉള്ളൂ. വെച്ച് തന്നെ കേറാം. കൊണ്ടൊക്കെ അയ്യോ എനിക്ക് നടക്കണേ. ഇത് എന്തുവാ ഇവിടെ? ഓ അച്ഛന്റെ ചൂട് പറ്റി കിടക്കുവല്ലേ. ഉറങ്ങുന്നു കേട്ടോ. ഇവിടെ ബട്ടൺസ് ഒക്കെ തുറന്ന് ചൂട് പിന്നല്ലേ ഞാൻ കിടത്തുന്നേ. എനിക്ക് കിടത്താൻ പറ്റിയിട്ടില്ലല്ലോ. എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. ഒന്ന് പകല് വരുമ്പോ അവൻ ഫുള്ള് ഉറക്കമായിരിക്കും, പകല് വരുമ്പോ ഫുള്ള് ഓട്ടമായിരിക്കും. സമാധാനമായിട്ട് നീ അവനെ ഒന്ന് ഇരുത്തി കിടത്താനോ എനിക്കൊന്ന് കൊഞ്ചിക്കാനോ ഇതിനായിട്ട് സമയം കിട്ടിയിട്ടില്ല. എപ്പോഴാണ് സമയം കിട്ടുന്നത്? നമ്മൾ പൊടിക്കൂലേ. അതുമല്ല ഇപ്പഴാണെന്ന് അറിയാൻ പോയാ. ഇപ്പൊ നിർബന്ധമൊന്നും ഇല്ല അവന്. അവൻ അങ്ങനെ കരയോ എന്തെങ്കിലും സത്യം പറഞ്ഞ ഗ്യാസിന്റെ ഇറിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കരയോ. അങ്ങനെ ചുമ്മാ വാശി പിടിച്ച് കരയോ, അല്ലെങ്കിൽ ഇപ്പൊ ഡൈപ്പർ ഇപ്പൊ അവൻ അപ്പിട്ടെന്ന് പറഞ്ഞ അപ്പോഴേ കരയോ. ചില പിള്ളേര് എടുത്ത അപ്പോഴേ കരയും. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇതന്നെ ഇനി എനിക്ക് അറിയത്തില്ല, ഇനി കുറച്ച് ദിവസമല്ലേ ആയോ, ചിലപ്പോ ഇനി മാറുമായിരിക്കും. പക്ഷെ ഇതുവരെയായിട്ടും പുള്ളി ഭയങ്കര സൈലന്റ്. നാണം കെടുത്തല്ലേ നീ, നാണം കെടുത്തല്ലേ അച്ഛനെ. ഇത്ര നിന്നെ പൊക്കി അടിച്ചതാ. ഇതിന്റെ കയ്യിലെ ഇഞ്ചക്ഷൻ ബ്ലഡ് എടുക്കാനൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് കിണങ്ങി അത് ഊരുമ്പോ അപ്പഴേ കരച്ചിൽ നിർത്തും. എല്ലാം പെട്ടെന്ന് അതാ ഇതാണ് ഏട്ടാ എന്റെ വയറ്റിൽ കിടന്ന് ചവിട്ടി. രാത്രിയാവുമ്പോ ഏട്ടാ ഏട്ടാ കാല് ഏട്ടാ 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 താണ്ട് തല ഉരുണ്ട് വന്ന് തല. എല്ലാം ഡിസ്ചാർജ് ഒക്കെ ആയി, വീട്ടിലെത്തി സമാധാനമായി. ഇനി കുഞ്ഞൊരിച്ചിരി സൈസ് ആയി കഴിഞ്ഞ് വെയിറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോ നമ്മളിനി യാത്ര തുടങ്ങും. ഞാൻ വിചാരിച്ച മുടിയെങ്കിലും ചുരുണ്ട മുടി ആയിരിക്കുമെന്നേ. പക്ഷെ ഏട്ടാ ഇങ്ങനെ കമത്തി കിടത്തിയപ്പോഴേ ഞാൻ ഇവിടുത്തെ മുടി കാണുന്നേ. ഏട്ടാ കണ്ടിട്ടുണ്ടോ? നോക്കിക്കോട്ടെ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉടുപ്പൊക്കെ മാറ്റി കേട്ടോ, ക്യാപ്പോട്ട് ഉടുപ്പൊക്കെ. അതാ വീട്ടിൽ വന്ന വീട്ടിലെ ഡ്രസ് ഇനി മൂന്ന് വാക്കടിക്കുന്ന ഞാൻ എടുക്കാം. ഓ പാലിനാടേ അച്ഛൻ്റെ അവിടെ കിടന്നിട്ട് ഞാൻ പാലൊന്നും കിട്ടിയില്ലടേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മളൊന്ന് കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. നാളെ കാണാം കേട്ടോ. നാളെ രാവിലെ കാണാം. നാളെ കുറേ പരിപാടികളുണ്ട്. നാളെ വണ്ടിയൊക്കെ ഒന്ന് കഴുകണം, കുറേ സാധനം അടുക്കി പറക്കി വെക്കണം, കുറേ ജോലികൾ ബാക്കിയുണ്ട്. ഇതൊക്കെ ഒന്ന് തീർക്കണം നാളത്തെ ദിവസം. അപ്പം നാളെ കാണാം. അതോടൊപ്പം ബൈ ആൻഡ് ലവ് യു. ഇങ്ങനെ